ആ മോനെ രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തപ്പോൾ പപ്പായ്ക്ക് ഒരു വല്ലാത്ത ഇതുപോലെ പനിയുടെ ഒരു തുടക്കം പോലെ വല്ലാതൊക്കെ ഇനി ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ചായ കൊണ്ട് കൊടുത്ത് അതും കുടിച്ചു കഴിഞ്ഞിട്ട് പത്രവും വായിച്ച് അവിടെ ഇരിക്കുന്നതുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പൊന്നു മോനെ ചാടിപ്പിടച്ച് വന്നു കഴിഞ്ഞ് ഇവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യുക. ഉള്ള പാത്രങ്ങളും എല്ലാം അടുക്കി പറക്കി അങ്ങനെ വൃത്തിയാക്കി അങ്ങ് വെക്കുക. അങ്ങനെ വേസ്റ്റുകളെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്ത് അത് മാറ്റി വെച്ചു. ചാക്കിനകത്ത് കുറെ കെട്ടുകൾ അതെല്ലാം കൂടെ അങ്ങനെ എല്ലാം പറക്കി അടുക്കി എല്ലാം വെക്കുന്നു. ഒരു കുഴപ്പമില്ല, ചാടി ഓടി നടന്നങ്ങ് എല്ലാം ജോലിയൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു എന്താണോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്തുവാന്ന് ഇനി ആർക്കറിയാം. ആ കുഞ്ഞെന്തിയാ സ്കൂളിൽ പോയോ? ആ ഇതെന്ന് പറയാൻ വിളിച്ച. എന്നാ ശരി മോനെ, ഓക്കെ. കൊച്ചേട്ടാ, നിങ്ങൾ ഈ പുറത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞെങ്കിലേ അകത്തോട്ട് പോവാ. ഞാൻ ആ ടോയ്ലറ്റിലേ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തിയായിട്ടൊന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണേ. ഇവിടെ ക്ലീനിങ് ഒന്നും അല്ലായിരുന്നു. ഇത് കണ്ടോ, ഞാനിവിടെ ഈ കുപ്പിയെല്ലാം കൂടെ പറക്കി എടുത്ത് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അല്ലാതെ ഇവിടെ ഞാൻ ക്ലീനിങ്ങിനൊന്നും നിന്നല്ല. ഓ എന്തൊരാവേശമായത്! എത്രയോ ഒരു വൈബ് ഞാൻ നാഗവല്ലിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ചേട്ടാ. എനിക്ക് ഒരു കുപ്പിക്ക് 20 രൂപ വെച്ച് കിട്ടും. അതിൻ്റെ ബാക്കി എനിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. എനിക്കൊന്ന് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ട് ശീഘ്രം വരാം. A few moments later. അയ്യോ, ഇതെന്താ പറ്റി? ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നേ? എന്താ സാധനം ഒന്നും കൊടുത്തില്ലേ? ഞാനിവിടുന്ന് പോയി അവിടെ ചെന്ന് ഈ കുപ്പി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അവിടുന്ന് കൊടുത്ത കുപ്പി മാത്രമേ അവരെടുക്കത്തുള്ളൂ, ഇത് അവരെടുക്കത്തില്ലെന്ന്. തുളസേട്ടനെ ക്ഷീണമാവാം, തളർച്ചയോടെ അവിടെ ഇരി. ഈ കാള പറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തോണ്ട് ഓടരുത് കേട്ടോ.